അങ്ങനെ ദൈവവിശ്വാസത്തിൻ്റെ കാര്യമായാലും പരലോക വിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിലും അജയ്യമായ ഈ ദൈവിക ദർശനത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത ഇരുട്ടിൻ്റെ ശക്തികൾ ഇസ്ലാമിനെതിരെ ഒട്ടനവധി ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത മതതത്വ സംഹിതയാണ്, പ്രാകൃതമായ ഒരു മതമാണ് ഇസ്ലാമിൻ്റേത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സംസ്കാരം ഇസ്ലാമിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കണമെന്നാണ് അവർ നിരന്തരം മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് പറയുവാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത്? വ്യഭിചരിക്കാനും വ്യഭിചരിക്കാതിരിക്കാനും, മദ്യപിക്കാനും മദ്യപിക്കാതിരിക്കാനും, ചൂതാട്ടത്തിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും, നഗ്നചിത്രങ്ങൾ കാണാനും കാണാതിരിക്കാനും, അവിഹിത ഗർഭം ധരിക്കാനും ധരിക്കാതിരിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെന്ന് വാദിക്കുന്ന ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ശിരോവസ്ത്രം ധരിക്കുന്നതും പർദ്ദ അണിയുന്നതും നഗ്നത മറക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾക്കെതിരെ ശബ്ദിക്കാത്തത്? നഗ്നത പ്രദർശിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണ് എങ്കിൽ ഇഷ്ടാനുസരണം നഗ്നത മറക്കുന്നതും സ്വാതന്ത്ര്യമല്ലേ? ആരെയും വിമർശിക്കുവാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനെതിരെ കാർട്ടൂണുകൾ വരച്ചവരെ പ്രശംസിച്ച പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് യഹൂദരെ കൂട്ടക്കൊല ചെയ്തത് ഊതിവീർപ്പിച്ച കെട്ടുകഥ മാത്രമാണെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ചരിത്രകാരനായ ഡോക്ടർ ഡേവിഡ് ഇർവിങ്ങിനെയും ഫ്രഞ്ച് ബുദ്ധിജീവിയായ ഗറൗഡിയെയും ലണ്ടനിലെ മുൻ മേയർ കെൻ ലിവിങ്സ്റ്റനെയും ശിക്ഷിച്ചതിനെതിരെ ശബ്ദിക്കാതിരുന്നത്? എന്തും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും മനുഷ്യന് അവകാശമുണ്ട് എന്ന് വാദിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിൽ മസ്ജിദുകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചതിനെതിരെ ശബ്ദിക്കാതിരുന്നത്? ഓസ്ട്രേലിയയിലെ കൗണ്ടി കൗൺസിലുകൾ വ്യഭിചാരശാലകൾക്കും മദ്യശാലകൾക്കും അനുവാദം നൽകുകയും പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുവാനുള്ള മസ്ജിദുകൾ നിർമ്മിക്കുവാനുള്ള അനുമതി നിഷേധിച്ചതിനെതിരെ ശബ്ദിക്കാതിരുന്നത്? വിചാരണയില്ലാതെ ആരെയും ശിക്ഷിക്കരുതെന്നും തടവിലാക്കരുതെന്നും പീഡിപ്പിക്കരുതെന്നും പറയുന്ന പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വക്താക്കൾ എന്തുകൊണ്ടാണ് ഇറാഖിലെ അബുഗ്രൈബ് തടവറയിലും അഫ്ഗാനിസ്ഥാനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള CIA രഹസ്യ കേന്ദ്രങ്ങളിലും മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശബ്ദിക്കാത്തത്? അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് അവർ സംസാരിക്കേണ്ട കാര്യമില്ല. എന്നാൽ 1948 ഐക്യരാഷ്ട്രസഭ നൽകിയതിനേക്കാൾ അർത്ഥപൂർണമായ അവകാശങ്ങളിൽ ഇസ്ലാം നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായിട്ടല്ലാതെ ഒരു ജീവൻ എടുക്കരുത് എന്ന്, മറ്റുള്ളവരുടെ ജീവൻ എടുക്കരുത് എന്ന് 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും, സ്വന്തം ജീവൻ നശിപ്പിക്കരുത് എന്ന് 4-ാം അധ്യായത്തിൽ 29-ാം വചനത്തിലൂടെയും, ജാതി വർഗ വർണ്ണ ദേശ ജന്മ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന് 49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിലൂടെയും, നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് 4-ാം അധ്യായത്തിലെ 135-ാം വചനത്തിലൂടെയും, ദൈവത്തെ അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും വിശ്വാസികളാകുവാനും വിശ്വാസത്തെ എതിർക്കാനും മനുഷ്യന് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 256-ഉം 76-ാം അധ്യായത്തിലെ 3-ഉം അതുപോലെ 109-ാം അധ്യായത്തിൽ 6-ാം വചനങ്ങളിലൂടെയും, ഒരു വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതാണ് എന്ന് 24-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം വചനങ്ങളിലൂടെയും, അപമാനിക്കപ്പെടാതിരിക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 24-ാം അധ്യായത്തിലെ 4-ഉം 16-ഉം വചനങ്ങളിലൂടെയും, അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് 49-ാം അധ്യായത്തിലെ 11-ഉം 12-ഉം വചനങ്ങളിലൂടെയും, അനാഥകൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കുമെല്ലാം ഒട്ടനവധി അവകാശങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളിലൂടെയും ഉണർത്തുന്ന ഖുർആനെതിരെ എങ്ങനെയാണ് ഇവർക്ക് പറയുവാൻ സാധിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത പ്രാകൃതമായ മതമാണ് എന്ന്? ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് 4-ാം അധ്യായത്തിലെ 1-ാം വചനത്തിലൂടെയും, പെൺകുട്ടികളുടെ ജനനം ഒരു സന്തോഷ വാർത്തയാണെന്ന് 16-ാം അധ്യായത്തിൽ 58-ാം വചനത്തിലൂടെയും, സന്താനങ്ങളുടെ പേരിൽ മാതാക്കൾ ദ്രോഹിക്കപ്പെടരുത് എന്ന് 2-ാം അധ്യായത്തിൽ 233-ാം വചനത്തിലൂടെയും, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് 17-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും, അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് 81-ാം അധ്യായത്തിലെ 8-ഉം 9-ഉം വചനങ്ങളിലൂടെയും, തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും, അനന്തരാവകാശ സ്വത്തിന് സ്ത്രീകൾക്ക് അർഹതയുണ്ട് എന്ന് 4-ാം അധ്യായത്തിൽ 7-ാം വചനത്തിലൂടെയും, ബലാത്കാരമായി അനന്തര സ്വത്തായി സ്ത്രീകളെ എടുക്കരുത് എന്ന് 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെയും, വിവാഹ സമയത്ത് വിവാഹമൂല്യം പുരുഷൻ സ്ത്രീക്കാണ് നൽകേണ്ടതെന്ന് 4-ാം അധ്യായത്തിലെ 4-ാം വചനത്തിലൂടെയും, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളോടൊപ്പം അവകാശങ്ങളുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും, വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 229-ഉം 4-ാം അധ്യായത്തിലെ 128-ഉം വചനങ്ങളിലൂടെയും, വിവാഹമോചിതക്ക് ജീവനാംശത്തിന് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 241-ാം വചനത്തിലൂടെയും, മാതാവിന് ഉന്നതമായ സ്ഥാനമാണ് എന്ന് 31-ാം അധ്യായത്തിലെ 14-ാം വചനത്തിലൂടെയും,
എല്ലാത്തിനും ഉപരിയായി മരണാനന്തരം പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ഉം 33-ാം അധ്യായത്തിലെ 36 വചനങ്ങളിലൂടെയെല്ലാം ഉണർത്തുന്ന വിശുദ്ധ ഖുർആന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പ്രാകൃതമായ തത്വസംഹിതയാണ് എന്ന് പറയുവാൻ ആർക്കാണ് കഴിയുന്നത്? ദൈവവിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിലും പരലോക വിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിലും ഇസ്ലാം നൽകുന്ന നിയമങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും കാര്യമാണെങ്കിലും മറ്റൊരു തത്വസംഹിതക്കും ഇസ്ലാമിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായൊരു വിഭാഗം ചെയ്യുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ ഇസ്ലാം ഭീകരതയും തീവ്രവാദവും പ്രചരിപ്പിക്കുന്ന മതമാണ് എന്ന് ലോകമാധ്യമങ്ങളും ഭരണകൂടങ്ങളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ കുറച്ചാളുകൾ വഞ്ചിച്ചാൽ ഭാരതീയർ മുഴുവനും വഞ്ചകരാണെന്ന് പറയുന്നത് പോലെയും അമേരിക്കയിൽ കുറച്ചാളുകൾ ബലാത്സംഗം ചെയ്താൽ അമേരിക്കക്കാർ മുഴുവനും ബലാത്സംഗം ചെയ്യുന്നവരാണെന്ന് ഉണർത്തുന്നത് പോലെയും ബ്രിട്ടനിൽ കുറച്ചാളുകൾ മോഷ്ടിച്ചാൽ ബ്രിട്ടീഷുകാർ മുഴുവനും മോഷ്ടാക്കളാണെന്ന് പറയുന്നത് പോലെയാണ് 130 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളിൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായൊരു വിഭാഗം നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ ഒന്നടങ്കം ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുകയും അവരെ സംശയദൃഷ്ടിയോടെ നോക്കുകയും വിമാനത്താവളങ്ങളിൽ തടഞ്ഞു നിർത്തുകയും മണിക്കൂറുകളോളം ദേഹപരിശോധന നടത്തുകയും വിചാരണയില്ലാതെ തടവിലാക്കുകയും പീഡിപ്പിക്കുകയും വ്യാജ ഏറ്റുമുട്ടലുകളിൽ അവരെ വധിക്കുകയും എല്ലാം ചെയ്യുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ഡ്രൈവറുടെ ഡ്രൈവിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റോൾസ് റോയ്സ് കാറിനെ വിലയിരുത്തുന്നത് പോലെയാണ് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം നാമധാരികളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ വിലയിരുത്തുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വ്യക്തിയെ പിതാവെന്ന് വിളിക്കാമെങ്കിലും പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാത്ത ഒരു വ്യക്തിയെ പിതാവെന്ന് വിളിക്കുവാനോ പിതാവെന്ന ഉന്നത സ്ഥാനത്തെ വിലയിരുത്തുവാനോ കഴിയില്ല. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച വ്യക്തിയെ ഭർത്താവെന്ന് വിളിക്കാമെങ്കിലും ഭർത്താവിൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാത്ത ഒരു വ്യക്തിയെ നല്ലൊരു ഭർത്താവെന്ന് വിളിക്കുവാനോ ആ ഭർത്താവെന്ന സ്ഥാനത്ത് വിലയിരുത്തുവാനോ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളായ വിശുദ്ധ ഖുർആന്റെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെയും ആ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയ മുസ്ലിങ്ങളുടെ ജീവിതങ്ങളിലൂടെയുമായിരിക്കണം. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് അമുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്നും അവർക്ക് നീതി നിഷേധിക്കണമെന്നും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കണമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മതതത്വ സംഹിതയാണ് ഇസ്ലാം എന്നാണ് ലോകമാധ്യമങ്ങൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ് ജമിയ വമൻ അഹ്യാഹാ ഫകഅന്നമാ ഹിയൻ നാസ് ജമിയ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിൻ്റെ പേരിലോ അല്ലാതെ ഒരു മനുഷ്യജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിരപരാധികളെ വധിക്കുവാൻ കഴിയുന്നത്? ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കാൻ പ്രേരിപ്പിക്കരുതെന്ന് 5-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ശത്രുക്കളോട് പോലും അതിക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ പറ്റുന്നത്? അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ അരുത് എന്ന് 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെ നിർദ്ദേശിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെ അവഹേളിക്കുവാൻ കഴിയുന്നത്? വലൗലാ ദഫ്ഉല്ലാഹി الناس ബൗലഹും ബിബൗലി ലഹുദ്ദിമത് സ്വവാമി വബിയം വസലവത് വമസാജിദ് യുദ്കറു ഫീ ഇസ്മുല്ലാഹി കസീറാ. അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന് 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുവാൻ സാധിക്കുന്നത്? അമുസ്ലിങ്ങളോട് നീതി ചെയ്യുന്നതിന് അള്ളാഹു വിലക്കുന്നില്ല, നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് 60-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെ കൽപ്പിക്കുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കുവാൻ സാധിക്കുന്നത്? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ. വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി പോരാടുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഉണർത്തുന്ന ഈ ദർശനത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് വർഗീയതയെ ന്യായീകരിക്കുവാൻ സാധിക്കുന്നത്?
നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് മുസ്ലിം നാമം ധരിച്ച ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നത്? സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുത്